ഇന്ന് അഭിഷേകും ഫായും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. അന്നേരം ഇന്നലെ അഭിഷേകിൻ്റെ കയ്യിലായിരുന്നു ആ രത്നം കൊടുത്തിരുന്നത്. അത് രാവിലെ അഭിഷേക് തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അഭിഷേക് പറയുന്നുണ്ട്, എനിക്കിത് വേണമെങ്കിൽ അടിച്ചു മാറ്റാമായിരുന്നു. ഞാനത് അടിച്ചു മാറ്റാതിരുന്നത് ഒരു വിശ്വാസവഞ്ചന ഒരു കാരണവശാലും കാണിക്കാൻ പാടില്ല. നമ്മൾ ഒരാളോട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ചത്താലും പാലിക്കണം എന്ന് പറയുന്ന അഭിഷേകിനെ അവിടെ കണ്ടു. ആ സമയത്താണ് നമ്മുടെ ജിൻഡോ ആ വഴി വരുന്നത്. അപ്പം സായി ജിൻഡോയെ മാറ്റി നിർത്തി ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് പറയുന്നുണ്ട്, ഈ മനുഷ്യനാണ് മുത്ത്, ഇങ്ങേർക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ഈ രത്നം അടിച്ചു മാറ്റാമായിരുന്നു. പക്ഷെ അങ്ങേര് അത് ചെയ്തില്ല. ചെയ്യാതിരുന്നത് കൊണ്ടാണ് എൻ്റെ കൈവശം ഇത് കിട്ടിയതെന്ന് സായി കറക്റ്റായിട്ടുള്ള കാര്യം പറയുന്നു. അപ്പം ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അടിച്ചു മാറ്റാതിരുന്നത് എൻ്റെ ഗസ്റ്റ് ഇവിടെ വന്നപ്പോൾ എന്നെ ഏൽപ്പിച്ച ഒരു ജോലിയാണ്. ആ ജോലിക്ക് കളങ്കം വരുന്ന രീതിയിൽ എനിക്ക് ആദ്യമേ തന്നെ അടിച്ചു മാറ്റാമായിരുന്നു. ഞാൻ ചെയ്യാതിരുന്നത് അത് ഞാൻ കൊടുത്തൊരു വാക്കാണ്. അത് ചത്താലും നമ്മളെ ചങ്ക് പറിച്ചാണെങ്കിലും നമ്മളത് സംരക്ഷിക്കും എന്ന് പറയുന്ന ജിൻഡോയെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ ക്യാപ്റ്റന് കൊടുത്ത വാക്ക്, അതുപോലെ ടീം അംഗങ്ങൾക്ക് കൊടുത്ത്, ഇവിടുത്തെ ബിഗ് ബോസിന് കൊടുത്തൊരു വാക്കുണ്ട്. അത് നമ്മളൊരു കാരണവശാലും നമ്മൾ തെറ്റിച്ചുകൂടാ. രത്നമില്ലെങ്കിൽ രത്നമില്ല. പക്ഷേ നമ്മൾ കൊടുത്ത വാക്ക് പാലിക്കുക എന്ന് പറയുന്ന ജിൻഡോയെ നമുക്കവിടെ കാണാൻ പറ്റി. അപ്പോഴും ഫായിയും അഭിഷേകും പറയുന്നുണ്ട്, ഇതാണ് കറക്റ്റ്. ഇവിടെ പല ഗീർവാണങ്ങളും ഒക്കെ പലരും മുഴക്കാറുണ്ട്, വിശ്വാസം അത് സംരക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോഴും പലരും അതൊന്നും പാലിക്കാറില്ല. ഗെയിമിന് വേണ്ടി പലരും പല രീതിയിൽ കാണിക്കും. പക്ഷേ ജിൻഡോ അതങ്ങനെ അല്ല കാണിച്ചത് എന്ന് അവർ രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. അതാണ് ജിൻഡോയെ പറ്റി സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. വേണമെങ്കിൽ ജിൻഡോയ്ക്ക് ആദ്യമേ തന്നെ അത് അടിച്ചു മാറ്റാമായിരുന്നു. ഫേദ കൊടുത്തു. ഫേദ ഒരുപക്ഷെ ജിൻഡോ അടിച്ചു മാറ്റുമെങ്കിൽ മാറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും അതവിടെ വെച്ചിട്ട് ജിൻഡോ ഏൽപ്പിച്ചിട്ട് പോയത്. പക്ഷേ ജിൻഡോ അത് ലാസ്റ്റ് നിമിഷം വരെ അത് കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ടാണ് അത് ഫായിക്ക് കിട്ടിയത്. ഫായിക്ക് കിട്ടാനുള്ള കാരണം തന്നെ ജിൻഡോയാണ്. അപ്പോൾ അത് ജിൻഡോയും ഫായിയും ഒക്കെ സമ്മതിക്കുന്നുണ്ട് താനും. അതുതന്നെയാണ് ഒരു ഗെയിമിൻ്റെ രീതിയിൽ നോക്കുവാണെങ്കിൽ വേണമെങ്കിൽ ജിൻഡോയ്ക്ക് അത് അടിച്ചു മാറ്റാമായിരുന്നു. പവർ ടീം ഇതുണ്ടായിരുന്നു, പവർ ടീം കയറുമായിരുന്നു, നോമിനേഷൻ ഫ്രീ ആവുമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് ലാലേട്ടൻ ലാസ്റ്റ് അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പം ജിൻഡോ നോമിനേഷന് പോയേ പറ്റൂ. പക്ഷേ ഈ ടെക്നിക്കലിൽ ആദ്യമേ തന്നെ ജിൻഡോ അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ, ഗെയിമിൻ്റെ രീതിയിൽ അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ജിൻഡോയുടെ കയ്യിരുന്നതിന് ജിൻഡോ അടുത്ത പ്രാവശ്യത്തെ നോമിനേഷന് വരുത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ അറിയാഞ്ഞിട്ട് പോലും ജിൻഡോ ചെയ്തത് ആ ഗസ്റ്റിന് കൊടുത്തൊരു വാക്കുണ്ട്. അതാണ് ജിൻഡോ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ പറയുന്നുള്ളൂ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ മനുഷ്യനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. എല്ലാവരും അഭിഷേക് പറഞ്ഞ പോലെ എല്ലാവരും ഗീർവാണം മുഴക്കാം. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാണെങ്കിൽ അത് ജിൻഡോയ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്.